ഹായ് ഓൾ, വെൽക്കം ടു എജു വേൾഡ്. ഇത് നമ്മൾ അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഈ യൂട്യൂബേഴ്സിൻ്റെ പല സപ്പോർട്ടേഴ്സും പറഞ്ഞിരുന്നു, അതായത് CSEB പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസറും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന്. സോ അവരുടെ റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും കുറച്ച് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റായി ചെയ്യുന്നവർക്ക് അതുപോലെയും ചെയ്യാം. കാരണം ഇതിൽ ആൻസർ കൊടുത്തിട്ടുള്ള ആൻസർ ഞാൻ പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് മോക്ക് ടെസ്റ്റായി ചെയ്യുന്നവർ അത് ചെയ്തിട്ട് അതിൻ്റെ മാർക്ക് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ രേഖപ്പെടുത്തുക. സോ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിക്സഡ് അസറ്റ്? അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫിക്സഡ് അസറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഇതാണ്: മോട്ടോർ വെഹിക്കിൾ, ഫർണിച്ചർ, ഇൻവെൻ്ററി, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഇൻവെൻ്ററി ആണ് ഫിക്സഡ് അസറ്റ് അല്ലാത്തത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഡാഷ്. ഫ്രം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഡാഷ്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ബി ആണ് നെറ്റ് പ്രോഫിറ്റ്. അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് നെറ്റ് പ്രോഫിറ്റാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്? ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻടാഞ്ചിബിൾ മീൻസ് ടാഞ്ചിബിളിൽ അല്ലാത്തത്, അതായത് നമുക്ക് കാണാനും തൊട്ട് നോക്കാനൊന്നും കഴിയാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോക്കാണ് ഇൻടാഞ്ചിബിൾ അല്ലാത്തത്. ബാക്കി പേറ്റൻ്റ് ആയാലും ഗുഡ് വില്ലായാലും ട്രേഡ് മാർക്ക് ആയാലും ഇറ്റ് ഈസ് എ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫിക്റ്റീഷ്യസ് അസറ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫിക്റ്റീഷ്യസ് അസറ്റ്? അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ ഈ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം നമുക്ക്. അതായത് ഫിക്റ്റീഷ്യസ് അസറ്റ്, അതിൽ ഫിക്റ്റീഷ്യസ് എന്നുള്ളതിൻ്റെ വേർഡ് മീനിങ് തന്നെ ഫേക്ക് എന്നാണ്. അതായത് നോട്ട് റിയൽ ബട്ട് ഇറ്റ് ഈസ് ഫേക്ക് എന്നാണ്. അപ്പോൾ ഈ ഫിക്റ്റീഷ്യസ് അസറ്റ് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ അസറ്റ് അറ്റ് ഓൾ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ടാഞ്ചിബിൾ അല്ല, ഇൻടാഞ്ചിബിൾ അല്ല, ഒരു അസറ്റും അല്ല. ബട്ട് ഇതെന്ത് ചെയ്യും? ഓവർ എ പീരിയഡ് ഓഫ് ടൈമിൽ ഒക്കർ ചെയ്യുന്നതിനെയാണ് നമ്മളതെന്ന് പറയുന്നത് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റിട്ടേൺ ഔട്ട്വേർഡ് അപ്പിയറിംഗ് ഇൻ ട്രയൽ ബാലൻസ് ഈസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം. റിട്ടേൺ ഔട്ട്വേർഡ് അപ്പിയറിംഗ് ഇൻ ട്രയൽ ബാലൻസ് ഈസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം. കറക്റ്റായിട്ടുള്ള ആൻസർ പർച്ചേസ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റിട്ടേൺ ഇൻവേർഡ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം. കറക്റ്റായിട്ടുള്ള ആൻസർ സെയിൽസ് ആണ്. അപ്പോൾ രണ്ടും മാറിപ്പോകാൻ വേണ്ടി പാടില്ല. റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ ആണ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം തിരിച്ചു കൊടുക്കുന്നതാണ് പർച്ചേസ് റിട്ടേൺ. അതാണ് റിട്ടേൺ ഔട്ട്വേർഡ്. അത് നമ്മൾ പർച്ചേസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. അതേപോലെ റിട്ടേൺ ഇൻവേർഡ് എന്നുള്ളത് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള സാധനം നമുക്ക് തിരിച്ച് നൽകുന്നതിനെയാണ്, തിരിച്ച് കിട്ടുന്നത്. സോ അത് എന്ത് ചെയ്യും? സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പോൾ അതായത് റിട്ടേൺ ഇൻവേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് റിട്ടേണും, റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് റിട്ടേണുമാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ക്യാരേജ് ഔട്ട്വേർഡ് ഈസ് ഷോൺ ഓൺ ദ ഡാഷ്. ക്യാരേജ് ഔട്ട്വേർഡ് ഈസ് ഷോൺ ഓൺ ദി ഡാഷ്. കറക്റ്റായിട്ടുള്ള ആൻസർ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: കണ്ടീജൻറ്റ് ലാബിലിറ്റി ഈസ് ഷോൺ. കണ്ടീജൻറ്റ് ലാബിലിറ്റി ഈസ് ഷോൺ. കറക്റ്റായിട്ടുള്ള ആൻസർ ബിലോ ദ ബാലൻസ് ഷീറ്റ് ആസ് എ ഫുട് നോട്ട്. ബിലോ ദി ബാലൻസ് ഷീറ്റ് ആസ് എ ഫുട് നോട്ടാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. അപ്പോൾ അതിലെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ അക്കൗണ്ട് ആണ്. അതായത് റിയൽ അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ഓഫ് അസറ്റ് ആൻഡ് പ്രോപ്പർട്ടീസ് ആർ കോൾഡ് റിയൽ അക്കൗണ്ട്. അതായത് നമ്മുടെ ക്യാഷ്, സ്റ്റോക്ക്, ബിൽഡിങ്, ഗുഡ് വില്ല്, മെഷീനറി ഒക്കെ ഇതെന്താണ് റിയൽ അക്കൗണ്ടിൽ വരുന്നതാണ്. അതായത് അസറ്റും പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അക്കൗണ്ടും എന്താണ് റിയൽ അക്കൗണ്ട് ആണ്. സോ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? റിയൽ അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. കറക്റ്റായിട്ടുള്ള ആൻസർ
നോമിനൽ അക്കൗണ്ട് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് നോമിനൽ അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ഓഫ് എക്സ്പെൻസ്, ലോസ്, ഇൻകം ആൻഡ് ഗെയിൻ. ഒന്നുകൂടി പറയാം, അക്കൗണ്ട്സ് ഓഫ് എക്സ്പെൻസ് ആവാം, ലോസ് ആവാം, ഇൻകം ആവാം, അല്ലെങ്കിൽ മറ്റുള്ള ഗെയിൻസ് ആവാം. അങ്ങനെയുള്ള അക്കൗണ്ടുകളെയാണ് നമ്മൾ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ അതായത് ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാലറി, അതേപോലെ റെൻറ്റ് പെയ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, സെയിൽസ്, പർച്ചേസ്, ഇതൊക്കെ എന്താണ് നോമിനൽ അക്കൗണ്ടിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ഡാഷ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഐറ്റം എൻറ്റേഴ്സ് ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. വിച്ച് ഐറ്റം എൻറ്റേഴ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യുന്നതാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് വിൽ ബി ടേക്കൺ ടു. ഡൊണേഷൻ റിസീവ്ഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് വിൽ ബി ടേക്കൺ ടു. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആണ്. ലാബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ കേസ് എ സ്പോർട്സ് ഫണ്ട് ഈസ് കെപ്റ്റ്, എക്സ്പെൻസ് ഇൻ കണക്ഷൻ വിത്ത് സ്പോർട്സ് ഈവൻറ്റ്സ് ആർ ഷുഡ് ബി ഡാഷ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇൻ കേസ് എ സ്പോർട്സ് ഫണ്ട് ഈസ് കെപ്റ്റ്, എക്സ്പെൻസ് ഇൻ കണക്ഷൻ വിത്ത് സ്പോർട്സ് ഈവൻറ്റ് ഷുഡ് ബി ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചാർജ്ഡ് ഓൺ സ്പോർട്സ് ഫണ്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ഡാഷ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ലാബിലിറ്റി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, അഡ്മിഷൻ ഫീ ഷുഡ് ബി ഡാഷ്. ക്യാപിറ്റലൈസ്ഡ്, ട്രീറ്റഡ് ആസ് റവന്യൂ, ട്രീറ്റഡ് ആസ് ലാബിലിറ്റി, ട്രീറ്റഡ് ആസ് റവന്യൂ അൺലെസ് ദ എമൗണ്ട് ഈസ് പെറ്റി ലാർജ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീറ്റഡ് ആസ് റവന്യൂ അൺലെസ് ദ എമൗണ്ട് ഈസ് പെറ്റി ലാർജ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സാധാരണയായിട്ട് പ്രിപ്പയർ ചെയ്തത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സർപ്ലസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് ഏകദേശം സിമിലാരിറ്റി ഉള്ളതാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് പ്രീവിയസ് ഇയർ ഷുഡ് ബി ഡാഷ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓഫ് പ്രീവിയസ് ഇയർ ഷുഡ് ബി ഡാഷ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഡിഡക്റ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ് ഈസ് എ ഗിഫ്റ്റ് ഓർ ഡൊണേഷൻ റിസീവ്ഡ് ബൈ നോൺ ട്രേഡിംഗ് കൺസേൺ ആസ് പെർ ദി വിൽ ഓഫ് ഡിസീസ്ഡ് പേഴ്സൺ. Dash is a gift or donation received by non-trading concern as per the will of deceased person. Correct ആയിട്ടുള്ള ആൻസർ ലെഗസി ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ജനറലി എൻട്രൻസ് ഫീസ് ആർ ട്രീറ്റഡ് ആസ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ റവന്യൂ റെസിപ്റ്റ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ഈസ് എ ഡാഷ്. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ഈസ് എ ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ റവന്യൂ റെസിപ്റ്റ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഗീവ്സ് എ കൺസൈസ് ഐഡിയ അബൌട്ട് ദി പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഗീവ്സ് എ കൺസൈസ് ഐഡിയ അബൌട്ട് ദി പ്രോഫിറ്റബിലിറ്റി ആസ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഫൈനൽ അക്കൗണ്ട് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ എമൗണ്ട് ഓഫ് മണി ഓൺഡ് ബൈ ബിസിനസ് ടു ഔട്ട്സൈഡർ ഈസ് കോൾഡ്. കറക്റ്റ് ആൻസർ ലാബിലിറ്റി. ദ എമൗണ്ട് ഓഫ് മണി ഓൺഡ് ബൈ ബിസിനസ് ടു ഔട്ട്സൈഡർ ഈസ് കോൾഡ് ലാബിലിറ്റി ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
The expense and income in the business can be classified into. The expense and income in the business are classified into. Correct ആയിട്ടുള്ള ആൻസർ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. The next question ഇതാണ്. Expense paid in advance. Expense paid in advance is dash. Correct ആയിട്ടുള്ള ആൻസർ asset. The next question നോക്കാം. Outstanding expense is a dash. Outstanding expense is a dash. Correct ആയിട്ടുള്ള ആൻസർ liability. The next question. Dash is an expenditure which is incurred to meet the day-to-day expenses of the business. Dash is an expenditure which is incurred to meet the day-to-day expenses of the business. Correct ആയിട്ടുള്ള ആൻസർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. The next question ഇതാണ്. Dash wages incurred for the current periods are shown as liability in the balance sheet unless is paid. ആയിട്ടുള്ള ആൻസർ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അക്രൂഡ് ഇൻകം ഈസ് ഡാഷ്. അക്രൂഡ് ഇൻകം ഈസ് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അസറ്റ് ആണ്. അതായത് നമ്മൾ അക്രൂഡ് ഇൻകത്തിന് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്നും കൂടി അറിയപ്പെടും. അതായത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സച്ച് ഇൻകംസ് ആർ അക്രൂഡ് ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരിയഡ് ബട്ട് നോട്ട് ആക്ച്വലി റിസീവ്ഡ് ഇൻ ക്യാഷ് ഡ്യൂറിങ് ദ പീരിയഡ്. ഒന്നും കൂടി പറയാം. അതായത് സച്ച് ഇൻകംസ് ആർ അക്രൂഡ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരിയഡ്. അതായത് നമുക്ക് ആ അക്കൗണ്ടിങ് പീരിയഡിൽ കിട്ടേണ്ട ഇൻകമാണ് ബട്ട് അതെന്ത് ചെയ്തില്ല ഇതുവരെയായിട്ട് ഈ അക്കൗണ്ടിങ് പീരിയഡ് ടിൽ നൗ ഇതുവരെ എന്ത് ചെയ്തില്ല ക്യാഷായിട്ട് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവയാണ് നമ്മളെന്തെന്ന് പറയുന്നത് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. സോ ഈ അക്രൂഡ് ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇൻകം അക്കൗണ്ട് ആണോ ഉള്ളത് ആ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഇൻകം അക്കൗണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കമ്മീഷൻ ആണെങ്കിൽ ആ കമ്മീഷൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് അക്രൂഡ് ഇൻകത്തിന് കാണിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡെബിറ്റ് ബാലൻസ് ഓഫ് ഓൾ പേഴ്സണൽ അക്കൗണ്ട്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് ആസ് ഡാഷ്. ഡെബിറ്റ് ബാലൻസ് ഓഫ് ഓൾ പേഴ്സണൽ അക്കൗണ്ട്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് ആസ് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സൺട്രി ഡെബ്റ്റർ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ അക്കൗണ്ടിങ് ഓൺലി ഡാഷ് ഡിസ്കൗണ്ട് ഈസ് റെക്കോർഡഡ്. ഇൻ അക്കൗണ്ടിങ് ഓൺലി ഡാഷ് ഡിസ്കൗണ്ട് ഈസ് റെക്കോർഡഡ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. The next question ഇതാണ്. An expenditure incurred to derive long-term advantage is called dash. An expenditure incurred to derive long-term advantage is called dash. Correct ആയിട്ടുള്ള ആൻസർ deferred revenue expenditure ആണ്. അതായത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവന്യൂ ഇൻ നാച്ചർ ആണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 1 അക്കൗണ്ടിങ് ഇയറിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അക്കൗണ്ടിങ് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഡാഷ്. അക്കൗണ്ടിങ് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മോണിറ്ററി യൂണിറ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഈസ് എ ജേർണൽ ഈസ് നോൺ ആസ് ഡാഷ്. The process of recording transaction in a journal is called dash. Correct ആയിട്ടുള്ള ആൻസർ ജേർണലൈസിംഗ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ട്രയൽ ബാലൻസ് ഈസ് എ ഡാഷ്. ട്രയൽ ബാലൻസ് ഈസ് എ ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡയറക്റ്റ് എക്സ്പെൻസ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡയറക്റ്റ് എക്സ്പെൻസ്. ഓപ്ഷൻ 2 വേജസ് സാലറി ഇൻട്രസ്റ്റ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വേജസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The process of recording transaction in a ledger account. The process of recording transaction in a ledger account. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പോസ്റ്റിംഗ് ആണ്. അതായത് ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നതിന് ജേർണലൈസിംഗ് എന്നും ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്നതിന് പോസ്റ്റിംഗ് എന്നും പറയും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ സോൾ ട്രേഡേഴ്സ് ബാലൻസ് ഷീറ്റ് അസറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ഡാഷ്. In sole trader balance sheet assets are arranged in order of dash. Correct ആയിട്ടുള്ള ആൻസർ ലിക്വിഡിറ്റി ആണ്. The next question. Excess of closing capital over opening capital denote. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പ്രോഫിറ്റ്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒരു
5 ക്വസ്റ്റ്യൻസ് അക്കൗണ്ടിങ്ങിൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 100 പേര് ഈ വീഡിയോ കാണുന്നെങ്കിൽ അവരൊക്കെ 5 ക്വസ്റ്റ്യൻസ് വീതം കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 500 ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ ആ 500 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും വേണം കേട്ടോ, അത് എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, ഏകദേശം ഒരു റാങ്ക് ഫയൽ പോലെ തന്നെ തയ്യാറാകും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇത് ഈ CSEB എക്സാമുകൾക്കും വരാൻ പോകുന്ന കോപ്പറേറ്റീവ് എക്സാമുകൾക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ CSEB എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതേപോലെ ഇനി എന്താണ് അപ്പെക്സ് ബാങ്കിലെ എക്സാം വരാനുണ്ട്. അപ്പോൾ അതിനൊക്കെ പഠിക്കാൻ ഇനിയും ടൈമുണ്ട്. കാരണം നമ്മുടെ ഈ കൊറോണ വൈറസൊക്കെ ബാധിച്ചത് കൊണ്ട് ഈ എക്സാമിൻ്റെ ഒക്കെ ഡേറ്റ് എന്ന് പറയുന്നത് കുറേ കൂടി ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമുക്ക് ഇനിയും പഠിക്കാൻ ടൈമുള്ളത് കൊണ്ട് നിങ്ങളിങ്ങനെ ഓരോരുത്തരും ഒരു 5 ക്വസ്റ്റ്യൻ വീതം കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. കാരണം ചിലപ്പോൾ നമ്മൾ കവർ ചെയ്യാത്ത ഭാഗമായിരിക്കും, ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കാം. ഈ ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്യുന്നവർ തന്നെ പല ജില്ലകളിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലുള്ളവരായിരിക്കാം. അപ്പോൾ അവരൊക്കെ അവരുടെ അറിവുകൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത്, പരസ്പരം ഇങ്ങനെ അറിവുകൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്കിതിനെ പറ്റിയിട്ട് ബൾക്കായിട്ടുള്ള ഒരു അറിവ് കിട്ടും. പിന്നെ ഏത് ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് അറിവുകൾ ഇങ്ങനെ പകർന്നു കൊടുക്കുമ്പോഴേ എന്ത് ചെയ്യും, നമുക്കും പുതിയ അറിവുകളും നോളജുകളും കിട്ടുകയുള്ളൂ. അല്ലാതെ ഞാൻ പഠിച്ചത് ആർക്കും പറഞ്ഞു കൊടുക്കില്ല, ആർക്കും അറിയില്ല, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കരുത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ആൻസറും ഷെയർ ചെയ്യുക.